ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ 5th മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും റെക്കോർഡ്സുകളാണ് കീപ്പ് ചെയ്യേണ്ടത്. ഒരു ഓർഗനൈസേഷൻ ടാക്സ് പേയ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ബുക്സ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. A registered person should maintain different documents related to his business as per the provision of the Act at his principal place of business. എന്താ പറഞ്ഞിരിക്കുന്നത്? എ രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യണം ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് മോർ ദാൻ വൺ പ്ലേസ് ഓഫ് ബിസിനസ്, അതായത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഓരോ ബ്രാഞ്ചിലും എന്താണ് അക്കോർഡിംഗ് ടു ലോ ഉള്ള എല്ലാ ബുക്കുകളും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കെപ്റ്റ് അറ്റ് സച്ച് എ പ്ലേസ് എന്നാണ് പറയുന്നത്. ബിസിനസ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ഈച്ച് പ്ലേസ് ഷാൽ ബി കെപ്റ്റ് അറ്റ് സച്ച് എ പ്ലേസസ് എന്നുള്ളതാണ്. ഇനി അടുത്തത് GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുർ കംപ്ലയിൻസ് ഓഫ് ദ ആക്ട് ത്രൂ മെത്തേഡ് ലൈക്ക് എ സ്ക്രൂട്ടനി ഓഫ് റിട്ടേൺസ്. അപ്പോൾ അതായത് ഇനി GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് അവർ എന്ത് ചെയ്യണം? സ്ക്രൂട്ടനി ഓഫ് റിട്ടേണിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ബുക്കുകൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഓഡിറ്റ് ഓർ ഇൻവെസ്റ്റിഗേഷൻ, സ്ക്രൂട്ടനി ഓഫ് റിട്ടേൺസ്, ഓഡിറ്റ് ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഓണർ ഓഫ് ദ ബിസിനസ്, warehouse operators and every transporters are responsible to maintain the records as specified in the Act. ആക്ട് പ്രകാരമുള്ള എല്ലാ ബുക്കുകളും ആരൊക്കെയാണ്? ഓണർ ഓഫ് ദ ബിസിനസ്, വെയർഹൗസ് ഓപ്പറേറ്റേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. It is the responsibility of the trader to get his books of account audited by the chartered accountant or by a cost and management accountant if the annual turnover exceeds the specified limit. അതായത് ആനുവൽ ടേൺ ഓവർ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതായത് ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ട്രേഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ബൈ എ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ട്രേഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്ത പോയിന്റാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിലെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഏതൊക്കെ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സുകളാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് ദ പ്ലേസ് principal place of business as mentioned in the certificate of registration a true and correct account. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ പോയിന്റിൽ വരുന്ന മറ്റു പോയിന്റുകളാണ് പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചർ ഓഫ് എ ഗുഡ്സ്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ്, സച്ച് അതർ പെർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇതാണ് ആ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പോയിന്റിൽ വരുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വേണം, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എ ഗുഡ്സ് വേണം, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് സച്ച് അതർ പെർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. രണ്ടാമത്തെ പോയിന്റ് പറയാണ് every owner or operator of a warehouse or a godown or any other place used for storage of goods and every transporter respective of whether he is a registered person or not shall maintain record of the consignor, consignee and other relevant details of the goods in such a manner as may be prescribed. അതായത് ഗോഡൗൺ, വെയർഹൗസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ നോട്ട് ആയിക്കോട്ടെ, ഷാൽ മെയിൻറ്റെയിൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റെക്കോർഡ്സ് ഓഫ് കൺസൈനറിൻ്റെയും കൺസൈനിൻ്റെയും, കൊടുക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും, അതുപോലെ തന്നെ റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് ഇൻ സച്ച് എ മാനർ, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് കമ്മീഷണർ മേ നോട്ടിഫൈ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ. തേർഡ് പോയിന്റ് പറയുന്നത് കമ്മീഷണർ മേ നോട്ടിഫൈ എ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അഡീഷണൽ അക്കൗണ്ട് ഓർ എ
document for such a purpose as may be specified therein. അടുത്ത പോയിന്റ് പറഞ്ഞത് കമ്മീഷണർ പറയാണ് ഇപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് റൂള് മാറ്റാണ് അഡീഷണൽ അക്കൗണ്ട്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകളൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. ഇനി വെദർ ദ കമ്മീഷണർ കൺസിഡർ ദാറ്റ് എനി ക്ലാസസ് ഓഫ് എ ടാക്സിബിൾ പേഴ്സൺ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കീപ്പ്, അവർ എന്താണ് ഈ ഒരു എന്താ പറയുക ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൻ്റെ അണ്ടറിൽ വരാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഹി മേ ഫോർ ദ റീസൺ ടു റെക്കോർഡഡ് റൈറ്റിംഗ് പെർമിറ്റ് സച്ച് എ ക്ലാസസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ, അത് ആ ക്ലാസസ് ഓഫ് ടാക്സബിൾ പേഴ്സണിൽ ഉള്ള ആളുകളാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കണം. ടു മെയിൻറ്റെയിൻ അക്കൗണ്ട് സച്ച് എ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്, അവർ പറയുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ whose turnover during the financial year exceed the prescribed limit, ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഷാൽ ഗെറ്റ് ഹിസ് അക്കൗണ്ട് ഓഡിറ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഷാൽ സബ്മിറ്റ് എ കോപ്പി ഓഫ് ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സ് reconciliation statement under subsection 2 of the section 44 and such other document in such form and manner may be prescribed. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ എന്ത് ടേൺ ഓവർ കൂടാണ് എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ചിരിക്കണം എന്നുള്ളതാണ് ആ പോയിന്റിൽ പറയുന്നത്. അതേപോലെ തന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. And next last point is subject to the provision of clause of a subsection 5 of subsection 17 where the registered person failed to account for the goods or services or both in accordance with the provisions of the subsection 1, the proper officer shall determine the amount of tax payable on the goods or services or both that are not accounted for as if such a goods or services or both have been supplied by such a person and provision of a section 73 and 74. എന്താ അതിൽ പറയുന്നത്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യാതിരിക്കുക, കീപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ഈ പ്രോപ്പർ ഓഫീസേഴ്സ് തീരുമാനിക്കും ഇത്ര എമൗണ്ട് ഓഫ് ടാക്സ് അവർ പേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഡിറ്റർമിനേഷൻ ഓഫ് എ സച്ച് എ ടാക്സ് തീരുമാനിക്കുന്നത് ആരായിരിക്കും, ഓഫീസേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് സെക്ഷൻ 35 പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന അടുത്ത ഹെഡിങ് ആണ് റീറ്റെൻഷൻ ഓഫ് റെക്കോർഡ്സ്. അതായത് ഏതൊക്കെ റെക്കോർഡ്സുകൾ റീറ്റെയിൻ ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം, കൈവശം വയ്ക്കണം എന്നുള്ളതാണ് റീറ്റെൻഷൻ ഓഫ് റെക്കോർഡ്സ് സെക്ഷൻ 36 പറയുന്നത്. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ records in accordance with the provisions of a subsection 1 of a section 35 shall retain them until the expiry of a 72 months from the due date of a furnishing of a annual return for the year pertaining to such account and records. അതായത് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഒരു വർഷം ഈ ഫയൽ അതായത് റിട്ടേൺ ഫയൽ ചെയ്താൽ അവിടുന്ന് മുതൽ എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്തത് അവിടുന്ന് മുതൽ 72 മന്ത്സ് വരെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്കത് നശിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ റീറ്റെൻഷൻ ഓഫ് റെക്കോർഡ്സുകൾ എന്ത് ചെയ്യണം, റീറ്റെൻഷൻ ചെയ്യണം. എത്ര മന്ത് വരെയാണ്, 72 മന്ത്സ് വരെ നമുക്കത് എന്താണ് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഇസ് എ പാർട്ടി to an appeal or revision or any other proceedings before any appellate authority or a revisional authority or appellate tribunal or a court, whether filed by him or by the commissioner or is under investigation for the offence under the chapter shall retain the books of accounts and other records pertaining to subject matter. അപ്പോൾ എന്ത് പറയുന്നത്, അവർ അക്കോർഡിംഗ് ടു ലോ അവർ പറയുന്ന പ്രകാരം എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ 72 മാസം വരെ എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് സെക്ഷൻ 36 പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സുകൾ രജിസ്റ്റേർഡ് പേഴ്സൺ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണെങ്കിൽ അതിനെ തെളിയിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ, അതുപോലെ തന്നെ അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 56 പറയുന്നുണ്ട്. രജിസ്റ്റേർഡ് പേഴ്സൺ സ്റ്റോർഡ് ഗുഡ്സ് അറ്റ് എ പ്ലേസ് എനി അതർ ദാൻ ഡിക്ലെയർ ആസ് പെർ ദ റൂൾ. അതായത് നമ്മൾ എവിടെയൊക്കെ സ്റ്റോറേജ് ഹൗസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊക്കെ എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആ പോയിന്റുകളിൽ സെക്ഷൻ 56 പറയുന്നത്.
അതേപോലെ തന്നെ അതർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്റ്റേർഡ് മാനുഫാക്ചറർ കീപ്പ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് സർവീസ്, നെക്സ്റ്റ് മെയിൻറ്റെയിൻഡ് ബൈ ഏജൻറ്റ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ബൈ എ പേഴ്സൺ എക്സിക്യൂട്ടിംഗ് വർക്ക് കോൺട്രാക്ട്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഓഫ് എ റെക്കോർഡ്സ് ഇൻ ഇലക്ട്രിക് ഫോം, റെക്കോർഡ് ടു മെയിൻറ്റെയിൻ ബൈ ദ ട്രാൻസ്പോർട്ടർ. അപ്പോൾ അവരെ നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഇനി ഇതിൻ്റെ ലാസ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് നോട്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് നമ്മൾ എത്രയും ഈ നോട്ടീസ് തന്നിട്ട് പോലും നമ്മളതിന് പ്രിപ്പയർ ആവില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് registered person fails to maintain the required document in respect to goods or services, then proper officers shall determine the tax liability on the goods or services that are not accounted. അപ്പോൾ അവർ പറയുന്ന എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് ഓഫ് നോട്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് എന്നുള്ള പോയിന്റിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്ക് നന്നായി വായിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.